വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖിലമിസ് ആണ്. നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ EVSൽ ഓരോ ചാപ്റ്റേഴ്സ് 1 by 1 ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അബ്യുഗോ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ എക്സാമിനൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ പാത്ത് ഓൺ മൗണ്ടെയിൻസ് അല്ലേ. ഡ്രോ എ പിക്ചർ എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൗണ്ടെയിൻ ക്ലൈംബിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നതൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പാത്ത്, അവിടുത്തെ വഴികൾ എങ്ങനെയുള്ളതായിരിക്കും എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം മൗണ്ടെയിൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തായാലും നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ റോഡ് പോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ഒന്നും ആയിരിക്കില്ല അല്ലേ. അപ്പം നമുക്ക് പറയാം പാത്ത്സ് ഓൺ മൗണ്ടെയിൻസ് യൂഷ്വലി ഹാവ് കർവ്സ് എന്നുള്ളത്. ഇനി അത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ ഒരു പിക്ചർ നമുക്ക് വരച്ചു കൊടുക്കാനായിട്ട് പറ്റും. അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ നമ്മൾ സ്ട്രെയിറ്റ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് അവിടെ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് കൈൻഡ് ഓഫ് ടൂൾസ് ആർ നീഡഡ് ഫോർ ക്ലൈംബിംഗ് മൗണ്ടെയിൻസ്. മൗണ്ടെയിൻ ക്ലൈംബിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് അല്ലേ. ആ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മൾ കരുതിയിരിക്കേണ്ട എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പറയാം അല്ലേ, 1 by 1 ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. The tools required to climb up the mountain are crampons, rope, belay device, harness, ice axe, protection guard, pulley, helmet, gloves, first aid kit അല്ലേ, വെരി ഇമ്പോർട്ടൻറ്റ്, oxygen cylinder, food packets, water bottle, torch, etc. തീരുന്നില്ല അല്ലേ. നമ്മുടെ ഓരോരുത്തരുടെയും ലിസ്റ്റ് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ആളുകളെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ആളുകൾ മസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരെ നമ്മൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുതെന്ന് നമുക്ക് പറയാം അല്ലേ. ഇവരെ നമ്മൾ ഒഴിവാക്കിക്കൂടാ. ഇവരെല്ലാവരെയും നമുക്ക് എന്തിനു വേണം, നമ്മൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മൾ കരുതിയിട്ടുണ്ടാവണം, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: വൈ ഡു വി നീഡ് എക്സ്ട്രാ എനർജി ഇൻ ദ മൗണ്ടെയിൻസ്. എന്തുകൊണ്ടാണ് നമുക്ക് മൗണ്ടെയിൻ ക്ലൈംബിങ്ങിന്റെ സമയത്ത് നമുക്ക് എക്സ്ട്രാ എനർജി ആവശ്യമാണെന്ന് പറയുന്നത്? അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരാളെ പറ്റി അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് യെസ് നമ്മൾ സാധാരണ എന്താണ് താഴത്തേക്ക് പിടിച്ച് വലിക്കുന്ന നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗൈൻസ്റ്റ് ആയിട്ടാണ് ആക്ച്വലി നമ്മൾ മൗണ്ടെയിൻ ക്ലൈംബിങ്ങിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നത്, യെസ് നമ്മൾ ഫോഴ്സ്ഫുള്ളി അതിന് എഗൈൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, യെസ് നമുക്ക് എന്ത് വേണം, കുറച്ച് എനർജിയൊക്കെ അവിടെ വേണം എന്നുള്ളത്. അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് എന്താണ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്ര സ്ട്രെയിറ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാത്തൊന്നും അല്ല അവിടെ ഉണ്ടായിരിക്കാം. വളരെ റഫ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. അതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമുക്ക് ബാലൻസ് ചെയ്തൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മെന്റലി ആൻഡ് ഫിസിക്കലി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, നമ്മൾ നോർമലി ഉള്ളതുപോലെയല്ല, നമുക്ക് കുറച്ച് എനർജിയൊക്കെ അതിന് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ടയേർഡ് ആവും, പെട്ടെന്ന് തന്നെ എക്സോസ്റ്റഡ് ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: ബിസൈഡ്സ് മൗണ്ടനിയറിംഗ് വാട്ട് ആർ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി കോൾഡ് അഡ്വഞ്ചറസ് അല്ലേ. നമ്മളിപ്പോൾ മൗണ്ടെയിൻ ക്ലൈംബിങ്ങിന്റെ കാര്യം, ആക്ടിവിറ്റീസിന്റെ കാര്യം പറഞ്ഞു. ഇതൊന്നും അല്ലാതെ ഈ പറയുന്ന രീതിയിൽ വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നിപ്പോൾ എന്താണ്, യെസ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ, നമ്മളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താലോ, ഇനി അതല്ല നമ്മൾ TV-യിലാണെങ്കിലും ഒക്കെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് കാണുന്നുണ്ട് അല്ലേ. അതൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം പാരാഗ്ലൈഡിംഗ് ഉണ്ട്, ഹൈക്കിംഗ്, റോക്ക് ക്ലൈംബിംഗ്, ബഞ്ചി ജമ്പിംഗ്, കനോണിയറിംഗ് എക്സെട്ര ആർ അഡ്വഞ്ചറസ് അല്ലേ. ഇതൊക്കെ എന്ത് തന്നെയാണ്, അഡ്വഞ്ചറസ് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ ബഞ്ചി ജമ്പിംഗ് ഒക്കെ നമ്മൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു ആക്ടിവിറ്റി ആണ് അല്ലേ. പാരാഗ്ലൈഡിംഗ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഹൈക്കിങ്, ഈ റോക്ക് ക്ലൈംബിംഗ് ഒക്കെ എന്താണ് ആസ് യൂഷ്വൽ നമുക്ക് പറയാം അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യമാണെന്ന്. പക്ഷേ പാരാഗ്ലൈഡിംഗ് ഒക്കെ ശരിക്കും നമുക്ക് എന്താണ് കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു അഡ്വഞ്ചറസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഗ്രൂപ്പ് ലീഡർ. നിങ്ങളുടെ ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാരണം നമ്മളിപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്താണ് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ മിക്കവാറും അങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മളെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരിക്കും, ഒരു ലീഡർ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് പറയാം ഹെൽപ്പിംഗ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്, ലീഡ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്, മാനേജ് ഓൾ ദ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ഗ്രൂപ്പ് ലീഡറുടെ റെസ്പോൺസിബിലിറ്റി ആണ്.
അല്ലെ, കൂടെ നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആർക്ക് പറ്റണം? ആ ഒരു ലീഡർ. അതിനാണ് നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരിക്കലും ചുമ്മാ നിന്നിട്ട് എന്ത് ചെയ്യലല്ല, ഓർഡർ ചെയ്യലല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആക്ടിവിറ്റിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഒപ്പം നിന്നിട്ട് നമ്മുടെ കാര്യങ്ങളിലെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ആളായിരിക്കണം ആര്? ഒരു ഗ്രൂപ്പ് ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പിന്റെ ഒക്കെ ലീഡേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പോഴൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ ശ്രദ്ധിക്കുക. അതിനകത്തുള്ള ഓരോ മെമ്പറും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിങ്ങൾ തന്നെ കണക്കാക്കണം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ക്യാൻ ബി അഡ്വഞ്ചറസ് ആൻഡ് ചലഞ്ചിങ് ടു ക്ലൈംബ് എ മൗണ്ടെയിൻ. ഹൗ വുഡ് യു പ്രിപ്പയർ ഇഫ് യു വർ ടു ക്ലൈംബ് എ മൗണ്ടെയിൻ? വാട്ട് വുഡ് യു ടേക്ക് വിത്ത് യു? റൈറ്റ് ഇൻ യുവർ വേർഡ്സ് അല്ലെ, റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് ആണ്. അതായത് നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു മൗണ്ടെയിൻ ക്ലൈംബിംഗ് എന്ന് പറയുന്നത് ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? അതിനുവേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തണം, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ കരുതണം എന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ നിങ്ങൾക്കറിയാം മൗണ്ടെയിൻ ക്ലൈംബിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ വരുന്നുണ്ട്. നേരത്തെ മിസ് പറഞ്ഞ പോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു. വളരെ റഫ് ആൻഡ് കേർവ്ഡ് സർഫസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അങ്ങനെയുള്ള പാത്തിലൂടെ നമ്മൾ മൂവ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഈ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ട ഒരു വിൽ പവർ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ എന്തായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം ആൻഡ് ബി പ്രിപ്പയർഡ് അല്ലെ. നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതിനെയൊക്കെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് വേണം. വിത്ത് എ ലോട്ട് ഓഫ് പ്രാക്ടീസ് ആൻഡ് വിൽ പവർ വി വിൽ ബി ഏബിൾ ടു ക്ലൈംബ് ദ മൗണ്ടെയിൻ. അത്രയും വിൽ പവറും അത്രയും പ്രാക്ടീസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻഡ് നമ്മൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൗണ്ടനിയറിംഗ് എക്യുപ്മെന്റ് അല്ലെ, മൗണ്ടനിയറിംഗ് എക്യുപ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലൈംബിംഗ് മൗണ്ടെയിൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ കയ്യിൽ കരുതേണ്ട കുറേ ആളുകളുണ്ട് അല്ലെ, കൂടെ കരുതേണ്ട ഒരുപാട് എക്യുപ്മെന്റ്സ്, സാധനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൂടെ കരുതിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് മെഡിസിൻ, ഓക്സിജൻ സിലിണ്ടർ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഫുഡ് പാക്കറ്റ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെയും എന്ത് ചെയ്യാം, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഈ ആളുകളെല്ലാം നമ്മുടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇത് എന്ത് തന്നെയാണ്, വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ റിസ്കി ആയിട്ടുള്ള എലമെന്റ്സ് അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അഡ്വഞ്ചർ ആയിട്ട് തന്നെ അങ്ങനെ ഒരു കാറ്റഗറിയിൽ തന്നെ പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ NCERT ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായിട്ട് മിസ് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.